വിട്ടതെന്ന് തോന്നി. പക്ഷെ അവസാനത്തെ ക്ലൈമാക്സിൽ പുള്ളി ജിത്തു ജോസഫിന്റെ സ്റ്റൈലിൽ തന്നെ തീർത്തിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സിൽ അടിപൊളിയായിട്ട് ജിത്തു നമ്മുടെ ദൃശ്യമൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ക്ലൈമാക്സിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു ക്രൈം മൂവി അല്ല. അപർണ ബാലമുരളി തന്നെ മെയിൻ റോള് കേട്ടോ. പുള്ളിക്ക് നായക പ്രധാനത്തെക്കാളും കൂടുതൽ നായിക പ്രധാനമുള്ള ചിത്രമാണ്. ഫുൾ പുള്ളിക്കാരിയാണ് അപർണയാണ് പടം മുഴുവൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, എല്ലാ ഫാൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പടം കുറെ നാളിന് ശേഷം വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ഇതിന്റെ ഗ്രിപ്പിംഗ് സ്ക്രിപ്റ്റും മേക്കിങ്ങും ഇതിന്റെ പെർഫോമൻസസും എല്ലാം ഇതിന്റെ ഒരു USP തന്നെയാണ്. താങ്ക് യു. ക്ലൈമാക്സ് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പടം ചെയ്തേക്കുന്ന മേക്കിംഗ് പടം കൊള്ളാം. ആസിഫിന്റെ അപർണ ബാലമുരളിയുടെ പെർഫോമൻസ് കൊള്ളാം. അതുപോലെ തന്നെ ഷക്കീന, ദീപക് എല്ലാവരും അവരുടെ റോളിൽ പെർഫെക്റ്റ് ആക്കി ഉണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടമാവുന്ന രീതിയിൽ പടം മേക്ക് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ജിത്തു ജോസഫിന്റെ പോലെ നമ്മൾ പടത്തിന്റെ ഒരു എൻഡിങ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ട്വിസ്റ്റ്, അതാരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ട്വിസ്റ്റ് പടത്തിൽ മേക്ക് ചെയ്തേക്കണം. അതൊരു രസമായിട്ട് തന്നെയാണ്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടു പേർക്കുള്ള സ്പോയിലറാണ് ആക്ച്വലി. രണ്ടുപേരുടെ പെർഫോമൻസ് അവിടെ കൊടുത്തിരിക്കുന്ന റോളുകൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് പടത്തിൽ നല്ല രീതിയിൽ പടത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ടോട്ടലി പറയാനുള്ളത്. മസ്റ്റ് വാച്ച് ഒരു ഫാമിലി ഓഡിയൻസ് മൂവി തന്നെയാണത്. തിയേറ്റർ വന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാനുള്ള വകയെല്ലാം പടത്തിൽ ഓൾറെഡി ഉണ്ട്. അതൊന്നും പറയാൻ പറ്റുന്നില്ല. അതായത് ജിത്തു ജോസഫ് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. അതാണ് ജിത്തു ജോസഫിന്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എൻഡിങ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ. ആ രീതിയിൽ പടം വർത്താണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ബഹളം തന്നെയാണ്. രസമുണ്ട്. ക്ലൈമാക്സ് സൂപ്പർ. നാസിഫിന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, നല്ല പടം. ജോസഫിന്റെ ഒരു എന്താ പറയാ, സെക്കൻഡ് ഹാഫിന് ശേഷം നന്നായിട്ട് ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അത് തന്നെ. ആദ്യമൊക്കെ കുറച്ച് പ്രെഡിക്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഒരിക്കലും പടം തീർന്നു എന്ന് തുടങ്ങുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ പടം തുടങ്ങുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട മൂവി. ഉറപ്പായിട്ടും.